ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ അലക്സ് ലവ്സ് ട്രാവലിംഗ്. പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അഫോർഡബിൾ ട്രാവൽ ടു ഗോവ ഇൻ എ ലക്ഷറി സ്റ്റൈലിലാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ് യാത്ര തിരിച്ചത് ഗോവയിലേക്ക്. ഒന്നാമത്തെ ദിവസം വൈകിട്ട് 3:30 പുറപ്പെടുന്ന രാജധാനിയിൽ നിന്ന് കയറി. അവരെ വെൽക്കം ടീ ആൻഡ് സ്നാക്സ് തന്നു, നല്ലതായിരുന്നു. 7 മണിയായപ്പോൾ ടൊമാറ്റോ സൂപ്പ് ആൻഡ് ബ്രെഡ് സ്റ്റിക്സ് ലഭിച്ചു. 8:30 വിഭവസമൃദ്ധമായ ഡിന്നർ ലഭിച്ചു. കൂപ്പെ ആയിരുന്നതിനാൽ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു. റെയിൽവേ സ്റ്റാഫ് എല്ലാവരും വളരെ നല്ലതായി പെരുമാറി. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മടഗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന പ്രകാരം 2 ദിവസത്തേക്ക് ടാക്സി ക്യാബ് വന്നു. നല്ല ഒരു ഡ്രൈവറായിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോയി എല്ലാം വിശദമായി പറഞ്ഞു തന്നു. നോർത്ത് ഗോവയും സൗത്ത് ഗോവയും എല്ലാം കാണാനായിട്ട് സാധിച്ചു. ടാക്സി കമ്പനി വളരെ മര്യാദയായിട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഹോട്ടൽ ഹയത്ത് സെൻട്രിം കൺട്രോളിൽ ആയിരുന്നു താമസം. ഹോട്ടൽ സ്റ്റാഫിൻ്റെ സ്വീകരണവും റൂമിൻ്റെ വൃത്തിയും എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ടാക്സിയിൽ ഞങ്ങൾ നോർത്ത് ഗോവ കാണാനായി പോയി. വളരെ നല്ല ഡ്രൈവർ ആയിരുന്നതിനാൽ ട്രിപ്പ് ഏറ്റവും ഭംഗിയായി ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഒന്നാമത്തെ ദിവസം ഫോർട്ട് അഗോഡ നല്ല ഒരു പ്ലേസാണ്, ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കോട്ടയാണ്. അത് കഴിഞ്ഞ് ബോട്ട് ട്രിപ്പായിരുന്നു, ഡോൾഫിൻ ട്രിപ്പ്. ഡോൾഫിനും കുറച്ച് ചർച്ചുകളും ഒക്കെ കാണിച്ചു, ഒരു ക്ഷേത്രം കാണിച്ചു. പിന്നെ സിനഗൻ ബീച്ച് ആൻഡ് ഫോർട്ട് കണ്ടു. കണ്ടോളിം ബീച്ച്, കലഗോട്ട ബീച്ച്, ബാഗ ബീച്ച്, അഞ്ജുന ബീച്ച്, വാഗേറ്റർ ബീച്ച് ആൻഡ് ഫ്രണ്ട്, ഫോർട്ട്, സ്നോ പാർക്ക്, തണ്ടർ മ്യൂസിയം എന്നിവ കണ്ടതിന് ശേഷം ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. ഹോട്ടലിൽ ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം ഹോട്ടൽകാർ തന്നെ അറേഞ്ച് ചെയ്ത് തന്ന ഡിന്നർ ക്രൂയിസ് ഉണ്ടായിരുന്നു. വൈകിട്ട് 7:30 ഡിന്നർ ക്രൂയിസിനായിട്ട് ഹോട്ടൽ അറേഞ്ച് ചെയ്ത കാറിൽ ഞങ്ങൾ ഡിന്നർ ക്രൂയിസിന് പോയി. തികച്ചും അവിസ്മരണീയമായ മണിക്കൂറുകളായിരുന്നു. നല്ല സ്വീകരണവും ഫുഡും DJ പാർട്ടിയും സിംഗിങ് ആൻഡ് ഡാൻസിങ് ഒക്കെ ആയി 12 മണിയായത് അറിഞ്ഞതേ ഇല്ല. ഹോട്ടലിൽ അവർ വന്ന് വീണ്ടും തിരിച്ചു വിട്ടിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് റെസ്റ്റ് എടുത്തു. 2-ാം ദിവസം ഞങ്ങൾ രാവിലെ 9 മണിക്ക് ടാക്സി വന്നു. ഓൾഡ് ഗോവ ചർച്ച്, സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ചർച്ച്, അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വളരെ നല്ലതായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെയും സെൻറ്റ് ഫ്രാൻസിസിൻ്റെയും ജീവിതങ്ങൾ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഷോയുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചിം ചർച്ചും പഞ്ചിം മാർക്കറ്റും കണ്ടു. എല്ലാ തിങ്സും മേടിക്കാനായിട്ട് വളരെ നല്ലൊരു കടയാണ്, നല്ലൊരു മാർക്കറ്റാണത്. അവിടെ ഊണും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫൗണ്ടൻസ് ഹൗസിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം മിറാമർ ബീച്ചിൽ പോയി. വളരെ നല്ലതായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു വൃത്തിയുള്ളൊരു ബീച്ച്. അത് കഴിഞ്ഞ് ഡോണാപ്പൂൾ ജട്ടിയിൽ പോയി. ഡോണാപ്പൂൾ ജട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റിക്കൂടാത്തൊരു സ്ഥലമാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പുള്ളി ഡ്രോപ്പ് ചെയ്തു. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ആ ട്രിപ്പിന് ഞങ്ങൾ ഏകദേശം ഒരു 15,000 രൂപയോളം ചിലവായി. അതിൽ ട്രെയിൻ ടിക്കറ്റ് ഒരു 3,300 രൂപ, ഹോട്ടൽ ടാക്സി ചാർജ് ഒരാൾക്കൊരു 3,000 രൂപ വെച്ച് വന്നു. ഹോട്ടൽ ചാർജ് ഒരാൾക്ക് 2,000 രൂപയോളം വന്നു. ഡിന്നർ ക്രൂയിസ് 1000 രൂപ, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് എല്ലാം കൂടെ ഒരു 1,250. പിന്നെ എൻട്രൻസ് ഫീസ് ഒരു 250, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 4,500, എല്ലാം കൂടെ ഒരു 16,000 രൂപയോളം വരുന്ന ഒരു നല്ല ഒരു ചെലവ് കുറഞ്ഞതും എന്നാൽ വളരെ വളരെ ലക്ഷറി ആയിട്ട് അനുഭവിക്കാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു. നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ ചെലവ് ഇത്രയും കുറയാനായിട്ട് പറ്റിയത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. ഇനിയുള്ള വീഡിയോകളിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.